പിന്നെ അത് കോൺഗ്രസിൽ മാത്രമല്ല CPM-ലും ചില പൊട്ടിത്തെറികൾ ഇപ്പോൾ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായപരിധിയിൽ വീണ്ടും ഇളവ് നൽകണമെന്ന പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകത്തെ കൊണ്ട് ആവശ്യം ഉന്നയിക്കാൻ ചരടുവലികൾ മുറുകുന്നു. ഇതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായവർ പാർട്ടിയിൽ വേറെയില്ല എന്ന ആക്ഷേപത്തിനാകും ഈ നീക്കം കാരണമാകുക എന്ന അഭിപ്രായവും സംസ്ഥാന നേതാക്കളിൽ പലർക്കുമുണ്ട്. പ്രായപരിധി കർശനമാക്കിയാൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ MA ബേബിക്ക് സഹായമാകുമെന്നതും പിണറായി പക്ഷത്തെ അസ്വസ്ഥമാക്കുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം CPM-ൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രായപരിധിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം എന്തിനാണ് ഒരു ഇളവ് എന്നൊരു ചോദ്യവും കൂടി പാർട്ടിക്കുള്ളിൽ തീർച്ചയായും ഉണ്ടായിരിക്കുമല്ലോ. കാരണം MP ഗോവിന്ദനും മുഖ്യമന്ത്രിയും ചേർന്ന് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള വിവാദങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നീക്കവും കൂടി നടന്നിരിക്കുന്നത്, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരം ചില തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊള്ളുന്നത്. അത് മുന്നോട്ട് വെച്ചതും പിണറായിയാണ്. പിണറായി അത് ചിലരെ, തന്നേക്കാൾ വെന്നു പോകുന്ന ചിലരെ ഒതുക്കുന്നതിനും മറ്റു ചിലരെ വളർത്തുന്നതിനും എല്ലാം ലക്ഷ്യം വെച്ചുള്ളൊരു നീക്കമായിരുന്നു അത്. അതിൻ്റെ ഭാഗമായി 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, 2 തവണ അടുപ്പിച്ച് ജയിച്ചവരെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കേണ്ട, 75 വയസ്സ് കഴിഞ്ഞവർക്ക് വിശ്രമം. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ നിലവിൽ മന്ത്രിയായിരുന്നവരെ ആരെയും അടുത്ത മന്ത്രിസഭയിലേക്ക് പരിഗണിക്കേണ്ട. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം പിണറായി ആദ്യഘട്ടത്തിൽ തന്നെ പ്രായത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന പേരിൽ ഇളവ് നേടി. അതോടൊപ്പം തന്നെ ഒരു തുടർഭരണം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി മാറേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ വീണ്ടും പ്രായത്തിന്റെ പേരിൽ ഇളവ് നേടിക്കൊണ്ട് മുഖ്യമന്ത്രിയായി തുടരാനും അടുത്ത തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുമുള്ള ഒരു നീക്കം ശക്തമാകുന്നത്. ഇതിനെതിരെയാണ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കം വലിയ അമർഷമുള്ളത്. പക്ഷേ അവർ എത്രത്തോളം അതിൽ ധൈര്യമായി പാർട്ടി കോൺഗ്രസിൽ ഒരു നിലപാടെടുക്കും എന്നത് നിർണായകമാണ്. ഇപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്, ജ്യോതി ബസു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നപ്പോൾ ബംഗാളിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. ആദ്യ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിൽ പോലും അത് തുടരാൻ സാധിച്ചില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പറ്റുന്ന നേതൃത്വം എന്ന നിലയിൽ പിണറായിയെ മുന്നോട്ട് വെക്കണം എന്ന അഭിപ്രായമാണ് പിണറായി ഭക്തരിലെ, പിണറായി പക്ഷത്തുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഒരു പുതുതലമുറ ഉയർന്നു വരാനും ഇല്ലെങ്കിൽ അത്തരം കഴിവുള്ളവർ മുന്നോട്ട് പോകാനുമുള്ള ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടും പാർട്ടിയിൽ മറ്റാരും യോഗ്യരല്ല എന്ന ഒരു സന്ദേശം നൽകുന്ന തരത്തിൽ പിണറായിയെ മാത്രം ആശ്രയിച്ചു പോകുന്നത് പാർട്ടിക്ക് അഭികാമ്യമല്ല എന്ന ഒരു അഭിപ്രായമാണ് പലരിൽ നിന്നും ഉയരുന്നത്. എന്നാൽ അതിനെ ശക്തമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു വലിയ വെല്ലുവിളിയും പിണറായിക്ക് മുന്നിലുണ്ട്. കാരണം പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള പ്രായത്തിൻ്റെ പരിധിയിൽ PB-യിൽ നിന്നും മാറേണ്ടി വന്നാൽ അടുത്ത പാർട്ടി ജനറൽ സെക്രട്ടറി എന്നതിൽ ഒരു ചോദ്യവുമില്ലാതെ MA ബേബി വരും. MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആകുകയും പിണറായി PB-യിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്താൽ കേരളത്തിലെ പാർട്ടി സ്വാഭാവികമായും പിണറായി യുഗത്തിനും പിണറായി പക്ഷത്തിൻ്റെയും ഒരു അന്ത്യത്തിന് അത് കാരണമാകുമെന്ന വലിയ ഒരു ആശങ്ക കൂടി പിണറായി പക്ഷത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള പിണറായിയുടെ ഒരു പരാമർശത്തെക്കുറിച്ച് വിമർശിച്ചതോടെ MA ബേബിയും പിണറായിയും ഏറെക്കുറെ പൂർണ്ണമായും അകന്ന ഒരു സാഹചര്യമാണ്. ഇതേ സാഹചര്യത്തിൽ MA ബേബിയുടെ ശിഷ്യരായി P രാജീവിനെ പോലെ നിരവധി പേർ പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിലും നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ ഇനി മുന്നോട്ട് ആര് നയിക്കും എന്നതിനെ ചൊല്ലിയുള്ള ഒരു വലിയ തർക്കമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ആ നീക്കങ്ങളെ, അതിൽ പിണറായിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കാനുള്ള നീക്കം ഇപ്പോഴേ മുന്നോട്ട് വെക്കുന്നത്. അതിൽ പാർട്ടി സംസ്ഥാന ഘടകം പാർട്ടി കോൺഗ്രസിൽ പിണറായി തുടരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന് അവിടെ അംഗീകാരം ലഭിക്കുമെന്ന ഉറപ്പാണ് നിലവിൽ പലരുമായും സംസാരിച്ചുണ്ടാക്കിയിട്ടുള്ള ധാരണ. ഇതിന് വലിയ വീഴ്ച വരണമെങ്കിൽ മറു അഭിപ്രായം പറയാൻ തക്ക ധൈര്യം ആരെങ്കിലും കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ പാർട്ടിയിൽ ഒരു തിരുത്തലിൻ്റെ സാധ്യത മുന്നോട്ട് വരും. ഇതേ സമയം തന്നെ പിണറായി ഇപ്പോൾ 4 പാർട്ടി ഘടകങ്ങളിലാണുള്ളത്. പാർട്ടി PB-യിലുണ്ട്, കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്, സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ നമുക്കറിയാം, G സുധാകരനെ പോലുള്ള കഴിവുള്ള നേതാക്കളെ ഈ പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് മാത്രമാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. അതേ മാനദണ്ഡം തന്നെയാണ് പിണറായിയുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അതിനെ എന്തിന് ചിലർ ഭയക്കുന്നു എന്നത് തന്നെ ഒരു വലിയ ചോദ്യമാണ്. അത് ഇടപെടലിൻ്റെ ഭാഗമാണ്. അത്തരം ഒരു നീക്കം നടത്തുമ്പോൾ വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തുടരാൻ
തുടരാനും സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി വെച്ചുകൊണ്ടും മുഖ്യമന്ത്രിയായി തുടരാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയായി പിണറായി തന്നെ മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശത്തിലേക്കാണ്, അത്തരം ഒരു നിർദ്ദേശം പാർട്ടി കോൺഗ്രസിലടക്കം കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനെ ചെറുക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതും. ദേവിക. അതെ, തീർച്ചയായും പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ പ്രായത്തിൻ്റെ ഇളവ് വരുമ്പോൾ എം.എ. ബേബി ആ ഇളവിൽ കൂടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയാൽ അതും പിണറായി പക്ഷത്തിന് സഹിക്കാനാവില്ല. എം.എ. ബേബിയെ വെട്ടുകയും വേണം, പിണറായിയെ നിലനിർത്തുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തന്ത്രത്തിനായിരിക്കുമല്ലോ അവർ ഇപ്പോൾ കോപ്പുകൂട്ടുക. സുധീഷ്. വിനോദ്, അങ്ങനെ തന്നെയാണ്. കാരണം PBയിൽ നിന്ന് പിണറായി ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിൽ എം.എ. ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയി. ഇപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു PB അംഗം തന്നെയാണ് എം.എ. ബേബി. എം.എ. ബേബി ഇപ്പം പ്രകാശ് കാരാട്ടിന് നൽകിയ ആ ഏകോപന ചുമതല സത്യത്തിൽ എം.എ. ബേബിക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് വളരെ ബുദ്ധിപൂർവ്വം പിണറായിയുടെ ഇടപെടലിലൂടെയാണ് അതിനെ പ്രകാശ് കാരാട്ടിനെ തന്നെ വെച്ചത്. അതും പ്രകാശ് കാരാട്ട് 75 വയസ്സ് കഴിഞ്ഞ് 76 വയസ്സുണ്ട് പ്രകാശ് കാരാട്ടിന്. എന്നിട്ടും അത്തരം ഒരു ചുമതല പ്രകാശ് കാരാട്ടിനെ ഏൽപ്പിക്കുമ്പോൾ അവിടെയും ഇത്തരം ഇളവ് നൽകിക്കൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പിണറായിക്ക് ദോഷം വരാത്ത എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഇളവുകളും നൽകുകയും ദോഷം വരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കർശനമായി അത് നടപ്പാക്കുകയും ചെയ്യും. ഇപ്പം നമുക്കറിയാം, സുരേഷ് കുറുപ്പിനെ പോലുള്ളവരെയൊക്കെ ഈ പ്രായത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് തന്നെയാണ് ഒഴിവാക്കുന്നത്. അത്തരം ഓരോ കഴിവുള്ളവരെയും എതിർ ചേരിയിലുള്ളവർ ഇല്ലെ തനിക്ക് എതിരെ അഭിപ്രായം പറയുന്നവരാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ഭീഷണിയാവുന്നവരാണെങ്കിൽ അവരെ ഒഴിച്ചു നിർത്താൻ ഇത് ഉപയോഗിക്കുക. മറുപക്ഷത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടവരെ സംരക്ഷിക്കാൻ ഇളവ് നൽകുക എന്നത് തന്നെയാണ് ഇതിലെ പ്രധാന നയം. ആ നയത്തിലൂടെ എം.എ. ബേബിയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പ്രകാശ് കാരാട്ടിനോ ഇല്ലെങ്കിൽ വൃന്ദ കാരാട്ടിനോ ഇതിൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇളവ് നൽകിക്കൊണ്ട് ജനറൽ സെക്രട്ടറി ആക്കുകയും മുഖ്യമന്ത്രി ഇവിടെ തുടർഭരണം കേരളത്തിൽ മാത്രമാണ് CPM-ന് അധികാരമുള്ളത് എന്നത് മുൻനിർത്തിക്കൊണ്ട് പിണറായി തന്നെ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് PBയിൽ തുടരാനുള്ള ഒരു ഇളവ് പിണറായിക്കൂടെ നൽകുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ പാർട്ടിയിൽ CPM-ൽ ജനറൽ സെക്രട്ടറിയേക്കാൾ വലിയ അധികാര കേന്ദ്രമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പിണറായിക്കുള്ളത്. ഇപ്പം നമുക്കറിയാം, ആലപ്പുഴ സമ്മേളനത്തിൽ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് പൂർണ്ണമായും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായ പൊതുസമ്മേളനവും എല്ലാം നടത്തിയത്, അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം PB അംഗം എം.എ. ബേബി അടക്കം ഒരു വാക്കുപോലും സംസാരിക്കാതെ സൈഡിലിരിക്കുന്ന ഒരു സാഹചര്യം. അഭിവാദ്യ പ്രസംഗം എന്നൊരു വലിയ ഇതുണ്ട്. പുതിയ കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ അവരെ അഭിവാദ്യം ചെയ്യുക, പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യുക. അതിൽ പോലും എം.എ. ബേബിയെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നില്ല. അപ്പം അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനം പിണറായിക്കുള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിലാവും ഇത് നടപ്പാക്കുക. ആ പ്രായത്തെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങളെല്ലാം മറക്കുന്നു. മാത്രവുമല്ല, സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പുകഴ്ത്തി പാടുന്നത് ക്ഷമയോടെ ആസ്വദിച്ച് കേട്ടിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകൻ മുരളീധരൻ P പറയുന്നത് പിണറായി തന്നെ തുടരട്ടെ, കേരളം കഷ്ടപ്പെടണമെങ്കിൽ പിണറായി തന്നെ തുടരട്ടെ എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകരും പുലർത്തുന്നത്.